ഹായ് ഫ്രണ്ട്സ്, 2025-26 കേരള ബഡ്ജറ്റ് ഞാനിവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കി എടുക്കുകയാണ്. അത് ഞാനിവിടെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നടന്ന പകൽക്കൊള്ള, അതാണ് ഈ ബഡ്ജറ്റ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024-25 ബഡ്ജറ്റുകളിലെ വിഹിത കോടി മാറ്റിവെച്ചതും 2025-26 ബഡ്ജറ്റിൽ മാറ്റിവെച്ച തുകയുടെയും കണക്കുകളുടെ വ്യത്യാസം. ഇത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊള്ള ബഡ്ജറ്റാണ് പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റും. ഇനി ഈ അടുത്ത് വരുന്ന ഫൈനൽ ബഡ്ജറ്റ്, അത് ഏത് ഗവൺമെൻറ്റാണോ പാസ്സാക്കുന്നത് അവർക്ക് ഇത് മനസ്സിലാകാൻ കൂടി വേണ്ടി മാത്രമാണ് ഈ പട്ടികവർഗ വിഭാഗങ്ങളുടെ തുകയെ കുറിച്ചുള്ള വിശദീകരണം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റി ആർമിയുമായിട്ട് ചേർന്ന് നടത്തുന്ന പ്രീ ബഡ്ജറ്റ് സെമിനാറുകൾ, അത് കൈനേരി പഞ്ചായത്തിലെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ഇതാണ്. ആ ബഡ്ജറ്റിൽ അവരുടെ അന്തിമ പദ്ധതി രേഖ 14 പഞ്ചവത്സര പദ്ധതി അന്തിമ പദ്ധതി രേഖ 2024-25 അതിലെ കണക്കുകളൂടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഈ തുകകൾ മാറ്റിവെക്കുന്ന തുകകൾ പഞ്ചായത്തിലേക്ക് കിട്ടുമ്പോൾ അത് കേവലം 1 കോടിയിൽ പരം താഴെ രൂപയാണ്. ഈ കൈനേരി പഞ്ചായത്തിൽ തന്നെ പട്ടിക വിഭാഗങ്ങളുടെ നിരവധി ആവശ്യങ്ങളും നിരവധി വിദ്യാർത്ഥികളുടെയും വയോജനങ്ങളുടെയും ഭൂമിയില്ലാത്തവരുടെയും പ്രശ്നങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പോലും മതിയാകാത്ത തുകയാണ് ഈ കൈനേരി പഞ്ചായത്തിൽ അടക്കം നമ്മൾ തിരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ മാത്രം ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ കേവലം കണക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഈ കൊള്ളയടിച്ച തുക ആരുടെ കൈകളിലാണ്, എവിടെയാണ് ഇത് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 2024-25 സർക്കാർ മാറ്റിവെച്ച എന്ന് പറയുന്ന തുക 9.81% വരുന്ന 2979.40 ഇതിൽ 1341.30 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതമാണ്. ഇത് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മന്ത്രിമാർ ഇങ്ങനെ കോടികളുടെ കണക്ക് വിലയിരുത്തുമ്പോൾ അത് ഏകദേശം 3236.85 കോടി രൂപ ചെലവഴിച്ചു എന്ന് നമ്മളടുത്ത് കണക്കുകൾ കൊണ്ട് ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പഞ്ചായത്തുകൾ, കേരളത്തിലെ 999ഓളം ഗ്രാമപഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഇവരിലേക്ക് ഈ വിഹിതം എത്തിച്ചേരുമ്പോൾ തികച്ചും അപര്യാപ്തമായ തുകയും, ആ തുക പോലും വിനിയോഗിക്കുവാൻ പഞ്ചായത്തുകൾക്ക് കഴിയുന്നില്ല. അവിടെ നടക്കുന്ന ഗ്രാമസഭ കൂട്ടായ്മകളിൽ പട്ടിക വിഭാഗങ്ങളെ പങ്കെടുപ്പിക്കാത്ത വിധം, അവരുടെ ആവശ്യങ്ങൾ അവിടെ കമ്മിറ്റികളിൽ വരാത്ത വിധം തടസ്സപ്പെടുത്തുന്ന ഒരു അധികാര വികേന്ദ്രീകരണമാണ് കേരളത്തിലും ഇന്ത്യയിലും സംജാതമായിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന സാഹചര്യങ്ങൾ ഇത് പട്ടിക വിഭാഗങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇവരെ എല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്ത്, കേരള രാജ്യത്ത് ഈ ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, കൊള്ളയടിക്കുന്നത്. കേരളത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, ഈ അദാനിയെ പോലുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടി സർക്കാർ നടത്തിയ കൊള്ളകൾ വളരെ അധികമാണ്. ഈ പാവപ്പെട്ട ആൾക്കാരുടെ തുകകൾ എടുത്തുകൊണ്ട് ആ തുക അധികാര ദുർവിനിയോഗം ചെയ്ത് കൊള്ളയടിക്കുവാനും വകമാറ്റി ചെലവഴിക്കുവാനും SDP ഫണ്ടുകൾ നാശമാക്കുവാനും ശ്രമിക്കുന്നു. അതുപോലെ നമ്മൾ കുട്ടനാട് പാക്കേജ്, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ 2531 കോടി രൂപ അത് വിനിയോഗിക്കാനും പോലും കഴിവില്ലാത്ത സർക്കാർ ആണ് നവകേരള പദ്ധതിയും ഈ പറയുന്ന പോലെ റോഡ് വികസന അതോറിറ്റിക്ക് കിഫ്ബിയെ ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ മനസ്സിലാക്കേണ്ടത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും എൻജിനീയേഴ്സുകളും അസിസ്റ്റൻ്റ് എൻജിനീയേഴ്സുകളായിട്ടും എല്ലാം നമ്മൾ ലക്ഷങ്ങൾ മുടക്കി, ശമ്പളങ്ങൾ മുടക്കി ഇവരെയൊക്കെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭാഗമാക്കാൻ നമ്മൾ തീറ്റിപ്പോറ്റുകയാണ്. എന്നാൽ ഇവർ ചെയ്യുന്നത് എന്താണ്? കോൺട്രാക്റ്റുകളെ ബന്ധപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ കോൺട്രാക്റ്റുകളെയും കൊള്ളയടിക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ, മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം പ്രവണതകൾ
നടത്തുന്നത് നമുക്ക് തടയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശക്തരാകാനും നിങ്ങളിതെല്ലാം ഇതിനെ പ്രതികരിക്കുവാനും നിങ്ങളുടെ അവകാശമായ ഈ തുകകൾ നിങ്ങളുടെ കൈകളിൽ തന്നെ എത്തുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതുകൊണ്ട് നമ്മളുടെ ഇടയിലുള്ള വിദ്യാഭ്യാസം ചെയ്തവരും അധ്യാപകരും അഭിഭാഷകരും തുടർന്ന് എല്ലാവരും ഈ കമ്മിറ്റികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഇനിയുള്ള പ്രീ പ്ലാനിങ് ബഡ്ജറ്റുകളിൽ നമ്മൾ പങ്കെടുക്കണം. അതാണ് എനിക്കിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റ് നമ്മളെ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പട്ടിക വിഭാഗങ്ങളുടെ ഫണ്ടുകളുടെ കണക്കുകളിലെ കൊള്ള എന്ന ഈ കാര്യം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് 2024-25 പട്ടികജാതി ഫണ്ടും 2025 പട്ടികജാതി ഫണ്ടും ആണ് നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത്. 14-ാം പഞ്ചവത്സര പദ്ധതിയും 15-ാം പഞ്ചവത്സര പദ്ധതിയിലും ഒക്കെ ഇനി വരാൻ ഇരിക്കുന്ന 16-ാം പഞ്ചവത്സര പദ്ധതിയിലും നമ്മൾക്ക് ഇടപെടേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ കണക്കുകൾ കൊണ്ട് തന്നെ പട്ടികജാതി ഫണ്ട് പട്ടികവർഗ ഫണ്ട് 2025-26 സർക്കാരിനെ മനസ്സിലാവും. ഈ കണക്ക് വച്ചിരിക്കുന്ന കണക്ക് പോലും വളരെ തെറ്റായിട്ടുള്ള ഒരു കൊള്ളയാണ്. ഇത് നടത്തിയ കൊള്ളക്കാരെ ആ കണക്ക് ഫണ്ട് അത്രയും തുക 114 കോടി രൂപയാണ് പട്ടിക വർഗക്കാരുടെ മാത്രം കണക്കുകൾ കാണാത്ത ഫണ്ട്. അതെങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. കൃത്യമായ ഒരു വിശദീകരണ സെമിനാറുമായി ഈ ആഴ്ച തന്നെ നമ്മൾ ഈ മേഖലകളിലുള്ള അവരുടെ പ്രശ്നങ്ങളുടെ കണക്കുകൾ സർക്കാർ അവതരിപ്പിച്ചതും ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്ഷേമ പദ്ധതിക്കുള്ള തുകയ്ക്ക് ക്ഷാമം നേരിടുമ്പോൾ ഇവിടെ നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ കുട്ടനാട് ആയി ബന്ധപ്പെട്ട കരേരി ഗ്രാമപഞ്ചായത്തിൽ അവരുടെ ബഡ്ജറ്റിനകത്ത് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. കർഷക തൊഴിലാളികളാണ് കൂടുതലും അവിടെയുള്ളത്. കർഷകർ വളരെ നാമമാത്രം, അതിനേക്കാൾ നാമമാത്രമായ നെൽ കർഷകരെ അവിടെ ഉള്ളൂ. കുട്ടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലറയാണ്. ആ നെല്ലറയിൽ യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ പ്രദേശത്തുള്ള മങ്കൊമ്പ് പ്രദേശത്തുള്ള ഒരു ഗവേഷകനായിരുന്നു സ്വാമിദാസ് സാറ്. ആ സാറിൻ്റെ നിർദ്ദേശങ്ങളിറങ്ങിയ കുട്ടനാട് പാക്കേജ്, 2ാം കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടും 2531 കോടി രൂപ വിനിയോഗിക്കാൻ ആ പ്രദേശങ്ങളിലുള്ളവർക്ക് കഴിയുന്നില്ല. അവർ കൃഷിയെയും അവരുടെ ജൈവസമ്പത്ത് സംരക്ഷിക്കുവാനും അവരുടെ ഉപജീവന മാർഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാതെ കൃഷിമന്ത്രി അടക്കം നടത്തുന്നത് ക്ഷേമ ബോർഡുകൾ രൂപീകരിക്കുക. കർഷക ക്ഷേമ ബോർഡുകൾ രൂപീകരിക്കുന്നത്, അതിനെക്കുറിച്ചും നമ്മൾ വിശദീകരമായിട്ട് മനസ്സിലാക്കേണ്ടത്. കർഷക ക്ഷേമ ബോർഡുകൾ രൂപീകരിക്കുമ്പോൾ അവർ പറയുന്നത് 100 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ 3 സെൻറ്റിന് മേലുള്ള അവരെല്ലാം രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ 3 സെൻറ്റിന് താഴെയുള്ളവരെല്ലാം കർഷക തൊഴിലാളികളാകുകയും 3 സെൻറ്റിന് തൊട്ട് പ്ലാന്റേഷൻ വരെയുള്ളവരെല്ലാം കർഷകരാകുകയും ചെയ്യുമ്പോൾ ആ കർഷക ബോർഡ് രൂപീകരിക്കുന്നത് 2,000 കോടി രൂപ കർഷക തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ക്ഷേമനിധി ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ കൊള്ള ഈ രാജ്യത്ത് അദാനിക്കും അംബാനിക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി നടത്തുന്ന ഈ കൊള്ള, അത് ഏത് പക്ഷമായാലും, വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയരാണെങ്കിലും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം, ശക്തമായി മുന്നോട്ട് വരണം. കാരണം ഇനി നമ്മൾ ഈ നമ്മുടെ പ്ലാനിംഗ് ബോർഡ് അടക്കം ഈ കണക്കുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരിച്ചില്ലെങ്കിൽ ഈ നമ്മുടെ നട്ടെല്ല് ആയിട്ടുള്ള കേരളത്തിൻ്റെ കുട്ടനാടും കേരളവും നശിക്കുന്നു. ഇപ്പോൾ സ്വാമിനാഥൻ സാറ് പറഞ്ഞ അനുസരിച്ച് 58,000 ഹെക്ടർ ഉണ്ടായിരുന്ന കൃഷി ഇപ്പോൾ 27,000 ഹെക്ടറിലാണ് കൃഷി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷാമത്തിന് വളരെയധികം പ്രതികരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ റീബിൽഡ് കേരളയും 2018 ശേഷം പ്രളയത്തിലുണ്ടായിട്ടുള്ള ഫണ്ട് വിതരണത്തിലും ഒരുപാട് ശോഷിപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഈ പകൽക്കുള്ള ബഡ്ജറ്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഈ സെക്ഷൻ ഇവിടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശദീകരണമായി പട്ടികജാതി ഫണ്ട്, പട്ടികവർഗ ഫണ്ടുകളുടെ അവരുടെ വിശദീകരണങ്ങളും ഇനി ബഡ്ജറ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളും തുടർച്ചയായി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ 2025-26 ബഡ്ജറ്റ് അവസാന ബഡ്ജറ്റ് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു ശക്തമായ ഇടപെടലും പ്രയാണവും ഉണ്ടാകണമെന്ന് എല്ലാ കേരള ജനതയോടും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമസ്നേഹ ന്യൂസ് റിപ്പോർട്ടിലൂടെ നിങ്ങൾ ഈ വീഡിയോ കാണണം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഷെയർ ചെയ്യണം. കൂടുതൽ നമ്മൾ ശക്തമായി ബഡ്ജറ്റ് അവെയർനെസ്, പ്രീ ബഡ്ജറ്റ് അവെയർനെസ് ക്ലാസ്സുമായി സോഷ്യൽ ഇക്വാലിറ്റി ആർമയായി ചേർന്നുകൊണ്ട് നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.